നമസ്കാരം, സിറ്റി വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അജിത് തൈരൂർ. പ്രധാന വാർത്തകൾ. സ്പീക്കറുടെ ഡയസിലേക്ക് തള്ളിക്കേറിയ 4 വനിതാ MLA-മാർക്ക് സ്പീക്കറുടെ ശാസന. സഭയുടെ ആജ്ഞകൾ കാണിച്ചത് അനാദരവെന്നും സ്പീക്കർ. മുൻ MLA KK നായർക്ക് ആയിരങ്ങളുടെ അന്ത്യാഞ്ജലി. മൃതദേഹം ഇന്ന് ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വെച്ചു. സംസ്കാരം നാളെ വെട്ടിപ്പുറത്തെ സ്വഭവനത്തിൽ നടക്കും. SC/ST വിദ്യാർത്ഥികളെ കലാമത്സരമായ കാപ്പൂലി 2013 ഇന്ന് പഴവങ്ങാടിക്കര സ്കൂളിൽ അരങ്ങേറി. പ്രസിദ്ധമായ മഞ്ഞനിക്കര പെരുന്നാൾ ഇന്നും നാളെയും. കാൽനട തീർത്ഥാടകർക്ക് ഓമല്ലൂരിൽ സ്വീകരണം നൽകി. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. സ്പീക്കറുടെ ഡയസിലേക്ക് തള്ളിക്കയറിയ 4 വനിതാ MLA-മാരെ സ്പീക്കർ ശാസിച്ചു. KK ലതിക, ഐഷ പോറ്റി, ജമീല പ്രകാശം, KS സലീഖ എന്നിവരെയാണ് ശാസിച്ചത്. ഇന്നലത്തെ സംഭവം ദൗർഭാഗ്യകരമാണെന്നും സഭയുടെ അംഗങ്ങൾ കാണിച്ചത് അനാദരവാണെന്നും സ്പീക്കർ പറഞ്ഞു. ഗവൺമെന്റ് ചീഫ് വിപ്പ് PC ജോർജ് പ്രതിപക്ഷാംഗങ്ങളെക്കുറിച്ച് ആക്ഷേപകരമായ പരാമർശം നടത്തിയതിന് നിയമസഭയിൽ മാപ്പ് പറഞ്ഞു. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷാംഗങ്ങളെ തെണ്ടികൾ എന്ന് വിളിച്ചതിനാണ് മാപ്പ് പറഞ്ഞത്. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. മഴവില്ലിന്റെ ചാരുതയിൽ വർണ്ണവിസ്മയം തീർക്കുവാൻ അരനൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ഫോട്ടോഗ്രാഫിയുടെ മാസ്മരിക സ്പർശം വിൽസൺ സ്റ്റുഡിയോ. അത്യാധുനിക മെഷീനിലുള്ള ലേസർ പ്രിന്റിംഗ്, കാർഡുകൾ, ക്ഷണക്കത്തുകൾ, വിവിധ പോസ്റ്ററുകൾ എന്നിവ ഡിസൈൻ ചെയ്ത് മണിക്കൂറുകൾക്കകം പ്രിന്റ് നൽകുന്നു. വിൽസൺ സ്റ്റുഡിയോ. വിവാഹ ആൽബം, വീഡിയോ എന്നിവ പ്രത്യേക പാക്കേജിൽ. വിൽസൺ സ്റ്റുഡിയോ, റാന്നി. വാർത്തകൾ തുടരുന്നു. അന്തരിച്ച മുൻ MLA KK നായരുടെ മൃതദേഹം ഇന്ന് പത്തനംതിട്ട ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വെച്ചു. രാഷ്ട്രീയ, സാമൂഹിക, സാമുദായിക, സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ അന്ത്യോപചാരം അർപ്പിക്കാനെത്തി. KK നായരോടുള്ള ആദരസൂചകമായി നാളെ കോഴഞ്ചേരി താലൂക്കിൽ 10 മണി മുതൽ വൈകിട്ട് 6 വരെ ഹർത്താൽ ആചരിക്കും. സംസ്കാരം നാളെ 2 മണിക്ക് വെട്ടിപ്പുറത്തുള്ള ഭവനത്തിൽ നടക്കും. ഒരു വലിയ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ദാനിയന്മാർക്ക് തിരുവേനിയുടെ ഭരണകാലഘട്ടത്തിന് ശേഷം അഭ്യുതനായ ഫിലിപ്പോസ് മാർ ഔസേബിയൂസ് തിരുവേനിയുടെ കാലഘട്ടത്തിലും ഈ ഭദ്രാസനവുമായിട്ടും ഓർത്തഡോക്സ് സഭയുമായിട്ടും ഒക്കെയുള്ള സ്നേഹബന്ധം, അതുപോലെ തന്നെ വളരെ ഊഷ്മളമായിട്ട് ഈ എല്ലാവിധമായ ആദരാഞ്ജലികൾ ഈ ദാസന്റെ നിലപാട് അർപ്പിക്കുന്നു. ഈശ്വര സന്നദ്ധിയും ഈ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഒരു സ്വന്തം ജീവിതം ഒരു കോസിന് വേണ്ടി അർപ്പിക്കുക എന്നതിന്റെ പരമാത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗൈഡായിട്ട് മറ്റു നല്ല ഒരു ഫ്രണ്ട് കൂടെ ഉണ്ടായിരുന്നു. നമ്മളുടെ എൻ്റെ പേര് പല കാര്യങ്ങളിൽ അദ്ദേഹം എന്നോട് പറഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ സാധിച്ചിരുന്നു. ഇദ്ദേഹത്തിന് പോലുള്ള ആൾക്കാർ നമ്മുടെ കേരളത്തിലുണ്ട്. വളരെ അഭിമാനമുള്ള ഒരു കാര്യമുണ്ടായിരുന്നു. ഇദ്ദേഹത്തിന് കൂടുതൽ ആൾ കൂടുതലുണ്ട്. നിയമസഭ സമ്മേളിക്കുന്ന സന്ദർഭത്തിലും അല്ലാത്ത സന്ദർഭത്തിലുമെല്ലാം കലാശലമായി അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരോടും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോടും ആ ദുഃഖം പങ്കുവെച്ചുകൊണ്ട് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൻ്റെയും വിശിഷ്യ മധ്യപ്രദേശിന്റെയും 18ാമത് മാടമൺ ശ്രീനാരായണ കൺവെൻഷന്റെ 3ാം ദിവസമായ നാളെ രാവിലെ ശ്രീനാരായണ ദാർശനിക സമ്മേളനം നടക്കും. യൂണിയൻ പ്രസിഡന്റ് K വസന്തകുമാർ അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം നിർവഹിക്കും. KPMS സംസ്ഥാന പ്രസിഡന്റ് TV ബാബു മുഖ്യാതിഥിയായിരിക്കും. PT മന്മഥൻ മുഖ്യപ്രഭാഷണം നടത്തും. റാന്നി പഴവങ്ങാടിക്കര സ്കൂളിൽ വെച്ച് SC/ST വിദ്യാർത്ഥികളുടെ കലാമത്സരമായ കാപ്പലി 2013 അരങ്ങേറി. അന്യം നിന്ന് പോകുന്ന നാടൻ കലാരൂപങ്ങൾ
പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുവാനാണ് കാപ്പലി 2013 സംഘടിപ്പിച്ചത്. ഹെഡ്മാസ്റ്റർ സജി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബെന്നി പുത്തൻപറമ്പിൽ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് അനിത അനിൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. കോർഡിനേറ്റേഴ്സായ സൂസൻ, ബിൻസി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. നമ്മുടെ സബ് ജില്ലയിൽ ഇന്നിവിടെ അവതരിപ്പിക്കുന്ന കലാപരിപാടി എന്ന് പറയുന്നത് പടയണി, അതുപോലെ തന്നെ ഞാറ്റുപാട്ട്, വേലൻ പാട്ട് തുടങ്ങിയ കലാരൂപങ്ങളാണ്. ഇത് നമ്മുടെ പുതിയ തലമുറയ്ക്ക് അപരിചിതമായ കലകളാണ്. ഇന്ന് നമുക്കറിയാം, റിയാലിറ്റി ഷോയിലൂടെയൊക്കെ ഉള്ള പരിപാടികൾ മാത്രമാണ് കുട്ടികൾക്ക് പരിചയം. അപ്പം നമ്മുടെ സംസ്കാരവും നമ്മുടെ പൈതൃകവും കാത്തു സൂക്ഷിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. ഇപ്പം നമ്മുടെ ഈ കലകൾ അന്യം നിന്ന് പോകാൻ പാടില്ല. അപ്പം ഈ കലകളെ ഉജ്ജീവിപ്പിക്കേണ്ടത് അല്ലെങ്കിൽ നിലനിർത്തേണ്ടത് നമ്മുടെ പുതിയ സമൂഹത്തിന്റെ കടമയാണ്. അപ്പം ആ ഒരു സന്ദേശം അറിയിക്കുന്നതിന്, അത് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നതിനുമായിട്ടാണ് ഇത്തരത്തിലൊരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നത്. സാംസ്കാരിക പ്രവർത്തന പരിപാടിയാണ് കാപ്പലി ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു സാംസ്കാരിക സംഗമനം കലാപരിപാടികളുടെ അവതരണവും കൂടിയാണ്. പ്രധാനമായും ഇന്ന് പടയണിയും ഞാറ്റുപാട്ടും വേലൻ പാട്ടും. ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ ശ്രീലകം ടീച്ചർ പറഞ്ഞതുപോലെ വളരെയേറെ സാംസ്കാരിക പൈതൃകവും പാരമ്പര്യവുമായി ചേർന്ന് നിൽക്കുന്ന മനുഷ്യ ഭാരതീയ സംസ്കാരത്തിന്റെ വലിയ വലിയ വിളനിലങ്ങളായി തന്നെ ശോഭിച്ചു നിൽക്കുന്ന കലാരൂപങ്ങൾ, മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ജീവിതഗന്ധിയായിട്ടുള്ള കലാരൂപങ്ങളൊക്കെ അന്യം നിന്നു പോകുകയാണ്. അത്തരത്തിലുള്ള അന്യം നിന്നു പോകുന്ന കലാരൂപങ്ങൾ വീണ്ടും ഇപ്പോൾ പല തരത്തിലും പല രൂപത്തിലും ജീവൻ പ്രാപിച്ച് വരുന്നുണ്ട്. അത് പ്രോത്സാഹിപ്പിക്കേണ്ടത് നമ്മുടെ കടമയാണ്. RSP റാന്നി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 19-ന് റാന്നി താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് നടത്തും. RSP ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ജോർജ് വർഗീസ് ഉദ്ഘാടനം നിർവഹിക്കും. ഇതിന്റെ പ്രചരണാർത്ഥം 15, 16 തീയതികളിൽ റാന്നി നിയോജകമണ്ഡലത്തിൽ വാഹന പ്രചരണ ജാഥ സംഘടിപ്പിക്കും. സലീം പി ചാക്കോ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം തോമസ് ജോസഫ് വാഹന പ്രചരണ ജാഥ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയാണ് മാർച്ച് സംഘടിപ്പിക്കുന്നത്. മഞ്ഞനിക്കര പരിശുദ്ധ ഏലിയാസ് തൃതീയൻ പാത്രിയർക്കീസ് ബാബയുടെ ഖബറിടത്തിലേക്കുള്ള കാൽനട തീർത്ഥയാത്രാ സംഘങ്ങൾക്ക് ഓമല്ലൂരിൽ സ്വീകരണം നൽകി. ഇന്നും നാളെയുമാണ് പെരുന്നാളിന്റെ പ്രധാന ചടങ്ങുകൾ നടക്കുന്നത്. എത്രയോ അനുഗ്രഹങ്ങൾ ലഭിച്ചു എന്നുള്ളത് കൊണ്ടാണ് വഴിയോരങ്ങളിലെ നാനാജാതി മതസ്ഥരായിട്ട് ആളുകളെ വ്യത്യസ്തമായ ഭക്ഷണ പദാർത്ഥങ്ങൾ കൊടുക്കുന്നതിന് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. കടന്നു പോകുന്ന തീർത്ഥാടകരെ അധികം ആ 2 വശത്ത് നിന്ന് ഭക്ഷണം കൊടുക്കുന്നത് ശ്രദ്ധിക്കാതെ മുന്നോട്ട് പോരുകയോ അതിനു മുമ്പ് ഭക്ഷണം കഴിച്ചവർ തൃപ്തരായി പോരുന്നത് കൊണ്ടോ മുന്നോട്ട് നീങ്ങിയാൽ അവരെ പിടിച്ചു നിർത്തി, കൈക്ക് പിടിച്ചു നിർത്തിയാണ് ഭക്ഷണം കൊടുക്കുക. എന്താ അങ്ങനെ ചെയ്യുന്നത്? അത് അനുഗ്രഹമാണ് എന്ന് കരുതുന്നത് കൊണ്ട്. അപ്പോൾ നടന്നു വരുന്നതിന്റെ അനുഗ്രഹം ഒന്ന്, ഇവരെ സ്വീകരിക്കാൻ ഓമല്ലൂര് മഞ്ഞനിക്കര ദേശത്തുള്ള ഈ രാജനെ പോലെയുള്ളവരെ പേര് പറയാതെ ഞാൻ പറയുക, വന്യരായ കോറപ്പിസ്കോപ്പന്മാരെ, വൈദിക ശ്രേഷ്ഠര്, ഇവരുടെ അഭിവന്യ പിതാക്കന്മാര്, ദൈവജനം എല്ലാം ശ്രദ്ധിക്കുമ്പോൾ അവർക്ക് ലഭിക്കുന്ന അനുഗ്രഹം, ഈ അനുഗ്രഹകരമായിട്ട് നേർച്ച നമ്മുടെ പള്ളികളിലെ പെരുന്നാൾ നടത്തുമ്പോൾ നേർച്ച കൊടുക്കുന്നതിനേക്കാൾ ഒരുപക്ഷെ കൂടുതൽ സമർപ്പണത്തോടെയാണ് ദൈവജനവും എല്ലാ ജാതി മതസ്ഥരായ ആളുകളും തീർത്ഥാടകർക്ക് ഭക്ഷണം കൊടുക്കുന്നത്. ഓമല്ലൂരിന്റെ സംസ്കാരത്തിന്റെ ഭാഗമാണ് മഞ്ഞനിക്കര തീർത്ഥാടനം എന്ന് കാണാൻ സാധിക്കും. ഈ തീർത്ഥാടനത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. നമ്മൾ സ്വീകരിക്കാൻ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന തീർത്ഥാടക സംഘം
നമ്മുടെ ഈ കുരിശുനെറ്റിക്ക് സമീപം എത്തിച്ചേർന്ന് കഴിഞ്ഞിരിക്കുകയാണ്. ഈ തീർത്ഥാടനത്തിന് സർവ്വവിധ ആശംസകൾ നേരുന്നു. നന്ദി. പുകഴ്ചയായ പരിശുദ്ധ ആബീലേന്മാരുടെ ആനന്ദ സംഗീതമായ പരിശുദ്ധ മോറോനെ, അനുവായക്കാരുടെ പൊന്നില വിളക്കായ പരിശുദ്ധ മോറോനെ, വന്നിരിക്കുന്ന ഷേണായിയെ കാത്ത് കൂട്ടുകാർ സെൻ, പ്രിൻസ്, കുക്കു എന്നിവർ വാട്ടർ ടാങ്കിന് സമീപം കാത്തു നിൽക്കുന്നു. We are coming from the area where Baba born, Ilyas III, 40 kilometers far from the area where I am born. We are from Antioch, direct coming here about Germany, Holland. We are 16 members. I congratulate the people who are near here to the top of the Holy Patriarch. പേരൂച്ചാൽ പാലത്തിന്റെ പൈലിംഗ് ജോലികൾ ഒരാഴ്ചയ്ക്കുള്ളിൽ ആരംഭിക്കുമെന്ന് രാജു എബ്രഹാം എം.എൽ.എ. അറിയിച്ചു. ഈ മാസം 3-ാം വാരത്തിൽ ഭൂമി പൂജയോടെ പൈലിംഗ് ജോലികൾ ആരംഭിക്കുമെന്ന് എം.എൽ.എ. പ്രസ്താവനയിൽ അറിയിച്ചു. ഇടവേള. വാർത്തകൾ തുടരുന്നു. അച്ചടിച്ചപ്പോൾ പേപ്പർ മടങ്ങി പിശക് സംഭവിച്ച 1000 രൂപ നോട്ട് മന്ദമരുതി സ്വദേശി ബോബന് ലഭിച്ചു.
റാന്നി അങ്ങാടി പഞ്ചായത്തിലെ നികുതിദായകർ കെട്ടിട നികുതി ഉൾപ്പെടെ 28-ന് മുമ്പായി ഒടുക്കണമെന്ന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു. തിങ്കളാഴ്ച റാന്നി വനം ഡിവിഷന്റെ കീഴിലുള്ള വനപ്രദേശങ്ങളിൽ നിന്നും പ്ലാസ്റ്റിക് മാലിന്യം നീക്കം ചെയ്യും. വനം മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ നടപടി. വനപ്രദേശങ്ങളിൽ പ്ലാസ്റ്റിക് നിക്ഷേപിക്കുന്നവർക്കെതിരെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് റാന്നി ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ എസ് ജനാർദ്ദനൻ അറിയിച്ചു. പത്തനംതിട്ട ജില്ലയിലെ വിവിധ വകുപ്പുകളിലെ ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് PH തസ്തികയിലേക്കുള്ള സാധ്യതാ പട്ടിക PSC പ്രസിദ്ധീകരിച്ചു. പട്ടിക ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിൽ പരിശോധനയ്ക്ക് ലഭിക്കും. മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് JB കോശി 12-ന് പത്തനംതിട്ട ഗവൺമെന്റ് അതിഥി മന്ദിരത്തിൽ സിറ്റിംഗ് നടത്തും. തിരുവിതാംകൂർ ഹിന്ദുധർമ്മ പരിഷത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന 67ാമത് റാന്നി ഹിന്ദു മഹാസമ്മേളനം ഫെബ്രുവരി 17 മുതൽ 24 വരെ നടക്കും. നിയമസഭാ സ്പീക്കർ G. കാർത്തികേയൻ അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ അഖില ഭാരതീയ വിശ്വകർമ്മ ജഗദ്ഗുരുപീഠം ഇളയ മഠാധിപതി ശിവശ്രീ ശിവരാജസ്വാമികൾ മതമഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്യും. മന്ത്രിമാരായ KP മോഹനൻ, AP അനിൽകുമാർ, VS ശിവകുമാർ, MLA-മാരായ N. ജയരാജ്, രാജു എബ്രഹാം തുടങ്ങിയവർ വിവിധ ദിവസങ്ങളിലെ യോഗങ്ങളിൽ പ്രസംഗിക്കും. സമാപന സമ്മേളനം രാജ്യസഭാ ഉപാധ്യക്ഷൻ പ്രൊഫസർ PJ കുര്യൻ അധ്യക്ഷതയിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്യും. ഇടവേള. യാത്രകൾ ഏതുമാകട്ടെ അനുഭവിച്ചറിയൂ വിൽസൺ ട്രാവൽസിന്റെ മേന്മ. വിവാഹ വിനോദ തീർത്ഥയാത്രകൾക്ക് 50 സീറ്റോടുകൂടിയ ലക്ഷറി DVD കോച്ചും 14 സീറ്റുകളോടുകൂടിയ AC ലക്ഷറി DVD കോച്ചുകളും നിങ്ങളുടെ സൗകര്യാർത്ഥം വാടകയ്ക്ക്. വിൽസൺ ട്രാവൽസ്, എ പെർഫെക്റ്റ് ട്രാവൽ ഗൈഡ്. കോൺടാക്ട് 04735 225237 9447 000237 9470 21253 94472 65819. വിൽസൺ ട്രാവൽസ്. വാർത്തകൾ തുടരുന്നു. അങ്ങാടി കൃഷിഭവനിൽ നിന്നും ടിഷ്യൂ കൾച്ചർ വാഴത്തൈകൾ സൗജന്യമായി വിതരണം ചെയ്യുന്നു. കർഷകർ കരമടച്ച രസീതിന്റെ കോപ്പിയുമായി കൃഷിഭവനിലെത്തി തൈകൾ വാങ്ങണമെന്ന് അങ്ങാടി കൃഷി ഓഫീസർ അറിയിച്ചു. ജവഹർ നവോദയ വിദ്യാലയത്തിൽ 6ാം ക്ലാസ്സിലേക്കുള്ള പ്രവേശന പരീക്ഷ 10-ാം തീയതി നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 04735 265246 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. റവന്യൂ വകുപ്പിൽ നിന്ന് ലഭ്യമാകുന്ന 23 ഇന സർട്ടിഫിക്കറ്റുകൾ അക്ഷയ കേന്ദ്രങ്ങൾ വഴി ലഭ്യമാകും. അപേക്ഷിക്കുമ്പോൾ നൽകേണ്ടുന്ന സർവീസ് ചാർജ് 20 രൂപയും റെക്കോർഡുകൾ സ്കാൻ ചെയ്യുന്നതിന് ഒരു പേജിന് 2 രൂപയും സ്റ്റാമ്പിന് 5 രൂപയുമാണ് ഇതിനായി ഈടേക്കേണ്ടുന്ന നിരക്ക്. അധികം തുക വാങ്ങുന്നതും നൽകുന്നതും കുറ്റകരമാണെന്ന് കളക്ടർ അറിയിച്ചു. നിര്യാതരായി റാന്നി വട്ടപ്പുരയിടത്തിൽ പരേതനായ VI മാത്യുവിന്റെ പാപ്പച്ചന്റെ ഭാര്യ അമ്മാൾ നിര്യാതയായി. 83 വയസ്സായിരുന്നു. സംസ്കാരം നാളെ 5 മണിക്ക് റാന്നി സെന്റ് തോമസ് വലിയ പള്ളിയിൽ നടക്കും. പരേത കണ്ണന്താനത്ത് കുടുംബാംഗമാണ്. മോൻ, സുമ, റോഹി, മണി, സോണി, മിനി എന്നിവർ മക്കളും. മോഹന, സണ്ണി, സുജ, സോമു, റീന, തമ്പി എന്നിവർ മരുമക്കളുമാണ്. റാന്നി ഒഴുവൻപാറ കാവുങ്കൽ ഭാസ്കരൻ നിര്യാതനായി. 90 വയസ്സായിരുന്നു. സംസ്കാരം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും. സുഗു, കാവുങ്കൽ ഫൈനാൻസ്, മോഹൻ മർച്ചന്റ് നേവി എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. സ്പീക്കറുടെ ഡയസിലേക്ക് തള്ളിക്കേറിയ 4 വനിതാ MLA-മാർക്ക് സ്പീക്കറുടെ ശാസന. സഭയുടെ ആംഗങ്ങൾ കാണിച്ചത് അനാദരവെന്നും സ്പീക്കർ. മുൻ MLA KK നായർക്ക് ആയിരങ്ങളുടെ അന്ത്യാഞ്ജലി. മൃതദേഹം ഇന്ന് ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വെച്ചു. സംസ്കാരം നാളെ വെട്ടിപ്പുറത്തെ സ്വഭവനത്തിൽ നടക്കും. SC/ST വിദ്യാർത്ഥികളെ കലാമത്സരമായ കാപ്പൂലി 2013 ഇന്ന് പഴവങ്ങാടിക്കര സ്കൂളിൽ അരങ്ങേറി. പ്രസിദ്ധമായ മഞ്ഞനിക്കര പെരുന്നാൾ ഇന്നും നാളെയും. കാൽനട തീർത്ഥാടകർക്ക് ഓമല്ലൂരിൽ സ്വീകരണം നൽകി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.